നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച ശേഷം ചില ബന്ധുക്കൾ ചേർന്ന് അമ്മായിയമ്മയെ വിവാഹം കഴിപ്പിച്ചു. ഓൺലൈനിലൂടെ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ വൈരാഗ്യത്തിൽ തൊഴിലുടമയെ അടിച്ചും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തി തൊഴിലാളികൾ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 23 വർഷം കഠിന തടവ്. യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച ശേഷം ചില ബന്ധുക്കൾ ചേർന്ന് അമ്മായിയമ്മയെ വിവാഹം കഴിപ്പിച്ചു. അമ്മായിയമ്മയും യുവാവും തമ്മിൽ അവിഹിത ബന്ധം ഉണ്ടായിരുന്നുവെന്ന ആരോപണത്തെ തുടർന്നാണ് യുവതിയുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ചേർന്ന് മരുമകനെ മർദ്ദിച്ച ശേഷം നിർബന്ധിപ്പിച്ച് അമ്മായിയുടെ തലയിൽ സിന്ദൂരം ചാർത്തിച്ചത്. അമ്മായിയമ്മയുമായി വഴിവിട്ട ബന്ധമുണ്ടെന്നാരോപിച്ച് യുവാവിനെ ക്രൂരമായി തല്ലിച്ചതച്ച ശേഷം അമ്മായിയെ വിവാഹം കഴിപ്പിച്ചു. ബീഹാറിലെ സുപോൾ ജില്ലയിലാണ് ക്രൂരത അരങ്ങേറിയത്. മിഥിലേഷ് കുമാർ മുഖിയ എന്ന യുവാവിനാണ് ഈ ദുരവസ്ഥ സംഭവിച്ചത്. മിഥിലേഷിനെ വടികൊണ്ട് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അമ്മായിയുടെ ഭർത്താവും ബന്ധുക്കളും ചേർന്നാണ് മിഥിലേഷിനെ തട്ടിക്കൊണ്ടുപോയതും മർദ്ദിച്ച് അവശനാക്കി വിവാഹം കഴിപ്പിച്ചതും. അമ്മായി ഹൃദയും മിഥിലേഷും തമ്മിൽ വഴിവിട്ട ബന്ധം ഉണ്ടെന്നായിരുന്നു ഹൃദയുടെ ഭർത്താവ് ശിവചന്ദ്രയുടെ ആരോപണം. ഭർത്താവായ തന്നെയും 4 വയസ്സുള്ള മകളെയും മറന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ബന്ധം വച്ചു പുലർത്തിയ ഹൃദയെ ഇനി ഒരിക്കലും ഭാര്യയായി കാണാനാവില്ലെന്നാണ് ശിവചന്ദ്രയുടെ വാദം. ശിവചന്ദ്ര ബന്ധുക്കൾക്കൊപ്പം ചേർന്നാണ് തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതും. മർദ്ദിച്ച് അവശനാക്കിയ ശേഷം മിഥിലേഷിന്റെ അടുത്തേക്ക് ഹൃദയെ എത്തിച്ച് നിർബന്ധപൂർവ്വം സിന്ദൂരം ചാർത്തിച്ചു. ഇതോടെ വിവാഹം കഴിഞ്ഞെന്നും മർദ്ദനത്തിന് നേതൃത്വം നൽകിയവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. നാട്ടുകാരാണ് വിഷയം പോലീസിനെ അറിയിച്ചത്. മിഥിലേഷിന്റെ പിതാവ് സംഭവവുമായി ബന്ധപ്പെട്ട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മർദ്ദനത്തിൽ ശരീരമാസകലം പരിക്കേറ്റ മിഥിലേഷ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരിക്കുകൾ പലതും മാരകമാണെന്നും ഹൃദയുമായി അതിരുവിട്ട ബന്ധം ഉണ്ടായിരുന്നില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഓൺലൈനിലൂടെ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം മൂർക്കനാട് സ്വദേശി സുനീഷ് കുമാറാണ് പോലീസിന്റെ വലയിലായത്. കുട്ടനാട് തലവടി സ്വദേശിയായ മെഡിക്കൽ റെപ്രസെന്റേറ്റീവിനെ ഓൺലൈൻ ബിൽഡിംഗ് കമ്പനിയുടെ പ്രതിനിധി ചമഞ്ഞ ഷെയർ ട്രേഡിംഗിലൂടെ ലാഭവും ഓൺലൈൻ ജോബും വാഗ്ദാനം ചെയ്താണ് 26 ലക്ഷം രൂപ തട്ടിയെടുത്തത്. മലപ്പുറം മൂർക്കനാട് സ്വദേശി സുനീഷിനെയാണ് ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരന്റെ പണം ചെക്ക് വഴിയും ATM മുഖേനയും പിൻവലിച്ചാണ് പ്രതി ഓൺലൈൻ തട്ടിപ്പ് നടത്തിയത്. അന്വേഷണം നടത്തി വരുന്നതായും തെലങ്കാന, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ വിവിധ കേസുകളിൽ പ്രതിയാണ് സുനീഷ് എന്നും പോലീസ് പറഞ്ഞു. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവുമെന്നും പോലീസ് സൂചിപ്പിച്ചു. ആലപ്പുഴ DCRB DYSP PM സന്തോഷിന്റെ നിർദ്ദേശപ്രകാരം ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ALSP ജോർജിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നതും പ്രതിയെ പിടികൂടിയതും. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ വൈരാഗ്യത്തിൽ തൊഴിലുടമയെ അടിച്ചും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തി തൊഴിലാളികൾ. തിരുവനന്തപുരത്ത് കേരള കഫേ ഉടമ ജസ്റ്റിൻ രാജിനെയാണ് പ്രതികൾ ക്രൂരമായി കൊലപ്പെടുത്തിയത്. മലയാളിയും നേപ്പാളിയും ചേർന്നാണ് ക്രൂരത നടത്തിയതെന്ന് മ്യൂസിയം പോലീസ് പറഞ്ഞു. ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. തലസ്ഥാന നഗരത്തിൽ ഹോട്ടൽ ഉടമയുടെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിനാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതികളായ ഡേവിഡും സുരേഷും പോലീസിന് മൊഴി നൽകി. ഇടപ്പഴിഞ്ഞി കേരള കഫേ ഹോട്ടൽ ഉടമ ജസ്റ്റിൻ രാജിനെയാണ് മുൻ ജീവനക്കാർ കൊലപ്പെടുത്തിയത്. തിരുവനന്തപുരം അടിമലത്തൂരിൽ നിന്നാണ് പ്രതികളായ വിഴിഞ്ഞം സ്വദേശിയെയും നേപ്പാൾ സ്വദേശിയെയും കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത്. ആക്രമിച്ച ശേഷം കഴുത്തുമുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പ്രതികൾ വെളിപ്പെടുത്തി. ഇടപ്പഴിഞ്ഞിയിലെ വീട്ടിലാണ് ജസ്റ്റിൻ രാജിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദിവസവും രാവിലെ 5-ന് ഹോട്ടൽ തുറക്കുന്നതാണ് ജസ്റ്റിൻ രാജിന്റെ പതിവ്. ആകെ 8 ജീവനക്കാരാണ് ഹോട്ടലിലുള്ളത്. ഉച്ചയായിട്ടും ജസ്റ്റിൻ രാജിനെ കാണാതായതോടെ മറ്റ് ജീവനക്കാർ തിരക്കി പരിശോധിച്ചപ്പോഴാണ് ജസ്റ്റിൻ രാജിന്റെ മൃതദേഹം മൂടിയിട്ട നിലയിൽ കണ്ടെത്തിയത്. CPM നേതാവും മുൻ MLAയുമായിരുന്ന M സത്യനേശന്റെ മരുമകനാണ് കൊല്ലപ്പെട്ട ജസ്റ്റിൻ രാജ്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 23 വർഷം കഠിന തടവ്. കാട്ടാക്കട പോക്സോ കോടതിയാണ് പ്രതിയെ കഠിന തടവിന് ശിക്ഷിച്ചത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിക്ക് 23 വർഷം കഠിന തടവും പിഴയും. മാറനല്ലൂർ അരുവിക്കര ചെറുതല കുളത്തിൻകര പുത്തൻ വീട്ടിൽ ഇപ്പോൾ കല്ലൂർ വെള്ളയാണി ബെൻസി വില്ലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന രാജേഷ് കുമാറിനെയാണ് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ശിക്ഷയ്ക്ക് വിധിച്ചത്. പിഴത്തുക അതിജീവിതയ്ക്ക് നൽകണമെന്നും അല്ലാത്തപക്ഷം 7 മാസം അധിക തടവ് അനുഭവിക്കുകയും വേണമെന്ന് വിധിയിൽ പറയുന്നു. 2022 ഓഗസ്റ്റ് 9-നാണ് കേസിനാസ്പദമായ സംഭവം. പ്രതി മൊബൈൽ ഫോൺ വഴി കുട്ടിയെ പരിചയപ്പെടുകയും അരുവിക്കരയിലെ തന്റെ വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയുമായിരുന്നു. പെൺകുട്ടിയെ കാണാതായപ്പോൾ രക്ഷിതാക്കൾ മാറനല്ലൂർ പോലീസിൽ പരാതി നൽകി. തുടരന്വേഷണത്തിൽ പ്രതിയുടെ വീടിന് സമീപത്ത് നിന്ന് കണ്ടെത്തുകയായിരുന്നു. പ്രതിയുടെ വീട്ടിൽ നിന്ന് തൊണ്ടി സാധനങ്ങൾ പോലീസ് കണ്ടെത്തി. വസ്ത്രങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാണ് കേസിന് നിർണായക തെളിവുണ്ടാക്കിയത്. അന്നത്തെ മാറനല്ലൂർ SHO S സന്തോഷ് കുമാറാണ് കേസന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം നൽകിയത്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.